തക്കുടു അച്ഛ വീട്ടിൽ വരുമ്പോൾ ഉള്ള കുറച്ച് കലാപരിപാടികളാട്ടോ ഈ കാണുന്നേ. പുള്ളിക്ക് ഇവിടെ ഒന്നിനും ഒരു നിയന്ത്രണവും കാര്യങ്ങളും ഒന്നുമില്ല. എല്ലാ സാധനവും അവളുടെ കൈ എത്തുന്നിടത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് അതെടുത്തുള്ള ഓരോരോ കലാപരിപാടികളാട്ടോ. എന്തോരമായി കുടഞ്ഞു കളയുന്നേ. ആ മതി ചേച്ചി, എടി മതിയടി. ദൈവമേ, ഞാൻ മേക്കപ്പ് ചെയ്തപ്പോൾ കൂട്ടിയില്ലാന്നും പറഞ്ഞോണ്ട് ഒരു കുപ്പി പൗഡറാ മുഖത്ത് വരെ തേക്കണേ. അയ്യോ എന്തൊരു സുന്ദരിയാ. കണ്ണാടി നോക്കിയേ. ഇഷ്ടപ്പെട്ടോ? കളയണ്ട, എന്തിനാ കളയുന്നേ? ഇത് കളയ. കണ്ണാടി നോക്ക് സുന്ദരിയായോ. ഞാൻ നിന്നെ കൂട്ടാണ്ട് ക്രീമൊന്നും ഇട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് പടം വരാൻ. എന്തെടുത്താലും ഞങ്ങൾ കഴുത്തേലും ഇടും കേട്ടോ. ഇതേ തൂത്ത് വെച്ചേക്കണം കഴുത്തേ കൂടെ. എന്നെ ഒരു രസമല്ലേ കാണാന്. ഇല്ല തക്കടു, ഈ കണ്ണാടി എന്തിനാ എടുത്ത് വെച്ചേക്കുന്നത്? അത് നോക്ക്. സുന്ദരിയായോ? ഡെസ്കിന് പൗഡർ ഇട്ട് കൊടുക്കാൻ പറഞ്ഞ അമ്മിനാ. അമ്മയുടെ തലയിലായമ്മേ. ആ പൗഡർ കുടഞ്ഞ് ഡെസ്കേലിട്ടു. ആ ഡെസ്കേലിട്ടിട്ട് എന്നോട് പറയണേ അത് എന്നെ അമ്മിനെ പറഞ്ഞ് അവിടെ തൂത്ത് വയ്ക്കാൻ പറഞ്ഞെന്ന്. രാവിലത്തെ കലാപരിപാടികൾ, മേക്കപ്പ് സെഷനാ. മഴയല്ലേ, മേക്കപ്പ് ചെയ്ത് എവിടെ പോവാനാ? ആരാ കടയിൽ കൊണ്ടുപോകുന്നേ? ഞാൻ കടയിൽ പോണില്ല തക്കടു. ഞാൻ വെറുതെ ഒന്ന് തലമുടി കെട്ടിയാനാണ് ഈ കോലാഹലം മുഴുവൻ ഇവിടെ. ചിരിച്ചാലോ, ചിരിച്ചു കാണിക്ക്. എങ്ങനെ ക്യൂട്ട്നെസ് ഇടുന്ന? ക്യൂട്ട്നെസ് അങ്ങനെയാണോ ക്യൂട്ട്നെസ് ഇടുന്നേ? നവരസങ്ങളാ, നവരസം. അതെന്നാ ഭാവോ? ഞാൻ ഒങ്ങാൻ പോവാ. ഞാൻ ഒങ്ങി. ആരാടി നിനക്ക് കൊമ്പ് കെട്ടി തന്നു തക്കടു? ഞാനാണോ നിനക്ക് കൊമ്പ് കെട്ടി തന്നു? എങ്ങനെയുണ്ട് കൊമ്പ് പറ. കോപ്പി ക്യാറ്റാ, കോപ്പി ക്യാറ്റ്. അല്ല എന്നാ തിന്നുന്ന നീ? എന്നപ്പ തിന്നുന്ന? പപ്പ രാവിലെ എന്നെ മേടിച്ചു തന്നു പൊന്നിനെ. എന്നാ പപ്പ മേടിച്ചു തന്ന? പപ്പ എനിക്ക് പപ്പ മിക്ക് മേടിച്ചു തന്നു. നിനക്കെന്നാ മേടിച്ചു തന്നെ?
എന്താ ഇവിടെ സംഭവിക്കുന്നേ? ഇത് കുത്തണം. അപ്പൊ അവിടെ ഇല്ല, അവിടത്തെ പോയി. അടുത്ത പോയി. എന്തൊരു കാര്യം ചെയ്യുമ്പോ നാക്ക് വെളിയിലെടുത്ത് എന്തിനാ? എന്തൊരു കഷ്ടപ്പാടല്ലേ. ആ നാക്കെടുത്ത് വായിൽ വെച്ചേ ഇങ്ങനെ ഇടാം. ഓടി കുഞ്ഞിക്കള്ളി, അത് ഇടത്തില്ല. അത് എൻ്റെ ഒരു കഷ്ടപ്പാടല്ലേ, പറ്റുന്നില്ലേ? പൊന്നാണോ അമ്മച്ചിക്ക് ഉടുപ്പൊക്കെ ഇട്ട് തരുന്നത്? ആരാ നിനക്ക് തവിടി കെട്ടി തന്നു? ഇന്നെ ഇന്നെ പിന്നെ തവിടി ആര് കെട്ടി തന്നു? ഇഷ്ടപ്പെട്ടോ? ഇത് ഞാൻ ഇടട്ടെ? ഞാൻ ഇടാടി, എനിക്ക് പറ്റും, എനിക്ക് പറ്റും. നല്ല മണമുണ്ടല്ലോ കുഞ്ഞു തളിച്ച്. അയ്യോ, കുഞ്ഞുവാവയുടെ മണമാണല്ലോ തവിടിക്ക്. നീ കുഞ്ഞു വാവയാണോ നീയേ? സെത്തടി ഇടാൻ പറ്റുമോ? അതാ പറഞ്ഞ അമ്മച്ചി ഇടാതെ, അമ്മ ഇട്ട് കാണിക്കാം. ഇതിങ്ങനെ എത്തിട്ട് ഇവക്കകത്ത് ഇങ്ങനെ വെച്ചിട്ട് കാച്ചു തരാവേ. ഇട്ട് വെച്ചു. ആ നമുക്ക് പോയി കാപ്പി കുടിച്ചിട്ട് വരാം. കാപ്പി ബാ. അവള് പറയുന്നെല്ലാം തിരുവാമേ. അവളിപ്പോ ഒരു കാര്യം കുറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറയ്ക്കാന്. പപ്പ ഇനി എപ്പോഴാ വേണേ? അവള് കഴിച്ചതല്ലേ? അമ്മ എന്നെ അടുത്ത കപ്പയോ? അമ്മ എന്നെ അടുത്ത കപ്പയോ? കപ്പയാണോന്ന് എടുത്തേ? അമ്മ എടുത്ത കപ്പയാണോന്ന്? എനിക്ക് കപ്പ മതി. ഇതൊക്കെ ഞങ്ങളുടെ കൊച്ചച്ചയുടെ കലാപരിപാടികളാട്ടോ. ഇതിൻ്റെ അകത്തും കുറെ ഗപ്പി കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടേ. അത് കഴിച്ചോട്ടോ. തക്കുടും അവിടെ നിന്ന് കഴിക്കട്ടെ. നമുക്ക് മീൻ വറക്കാം. അമ്മച്ചി മീൻ വറക്കട്ടെ. പൊന്ന ബൂസ്റ്റും ബിക്കിറ്റും കഴിച്ചോ. അമ്മ മീമി വറുത്തിട്ട് വരാം. ഓക്കെ. ഇത് ഇന്നലെ പപ്പ ആറ്റി പോയിട്ട് വന്നപ്പോൾ പിടിച്ചോണ്ട് വന്നു കേട്ടോ. നമുക്കിതിനെ ഫ്രൈ അടിക്കായിരുന്നു. ഞാൻ മീൻ വറുക്കുക. നീ എന്തിനാ വന്നേ? നമുക്ക് മീമി വത്താലോ. അതിനെ വെറുതെ കൈ കൊണ്ട് പിടിക്കല്ലേ, മണം വരും. ഞാൻ എന്റെ സ്വന്തം കൈ കൊണ്ട് ചെയ്യും. എന്റെ സ്വന്തം കൈ കൊണ്ട്. പൊന്നിന്റെ സ്വർണ്ണ കൈ എടുക്കണ്ട. നമുക്ക് മീമീനെ വറക്കാം. അത് ഉപ്പുവെള്ളം മതി. ഉപ്പുവെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് മുളകിനെ തപ്പി കണ്ടുപിടിക്കാം.
ഇതിനകത്ത് മസാല തേച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്കിതിനെ വറക്കണം. എന്നെ നാക്കേല് എന്നാണ് അതൊക്കെ പൊന്നിന്റെ കയ്യിൽ പറ്റും. മുളക് ആരാ മീമി പിടിച്ചു തന്നു? ഞാനോ? പപ്പ പിടിച്ചോണ്ട് വന്ന പപ്പ. തക്കുടു വരുവാന്ന് പറഞ്ഞപ്പോ എന്റെ തുണി നീ എന്തിനാ ഏത് നേരവും വന്നൊന്ന് എന്റെ ഉടുപ്പേ പണിയുന്ന കുഞ്ഞെ? ഞാൻ നിനക്ക് മീൻ വറുത്ത് തരത്തില്ല. പോ. നമ്മൾ ഏത് നേരം അടിയാണല്ലോ തക്കുടു. നമ്മൾ രണ്ടുപേരും വഴക്കാളികളാണോ? വഴക്കാളികള്. ഇതൊരു മീമി, ഇത് 2 മീമി. ബാക്കി എല്ലാത്തിനും നമുക്ക് കറി വെക്കണം. ഓക്കെ. ഈ 2 മീമി, 1 മീമി എനിക്ക്, 1 പൊന്നിന്. നമുക്ക് മീമി വറക്കാം. തക്കുടു തക്കുടുവേ എവിടെ പോയി? ഞാൻ മീമീൻ്റെ അകത്ത് എടുത്തിട്ടു. കാണുന്നുണ്ടോ? ഇത് കണ്ടു. ഇനിയുണ്ട് മീൻ. അത് ഇനി വേവണം. വെന്ത് കഴിയുമ്പോ നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് വയ്ക്കാം. അതിന് നമുക്ക് ഇവിടെ ഒരു സൈഡ് വേകുമ്പോ നമുക്ക് കട്ടകൾ എന്തിനാ ഏത് നേരം എടുക്കാൻ പറയണ? ഈ മീൻ കാണാൻ ഒരു പാട്ടറിയാമെങ്കിൽ പാടിക്കൊടുത്തേ. നമ്മൾ മീനി വറുക്കുന്ന സമയം കൊണ്ട്. അങ്ങനത്തെ പാട്ടാണ് നമ്മൾ പാടുന്നത്. എന്നതാന്നേ ഞാൻ എന്റെ കൂടെ മീമി വെക്കാന്ന് പറഞ്ഞ മീമി ആവട്ടെ. ശുണ്ടരി ആരാ? ശുണ്ടരി സുന്ദരി ആരാന്ന് പറ. സുന്ദരി എന്നതാടാ? മീമി കാണാൻ എടുക്കണോ? ഇതേതാ മീമി? ഇത് ഇങ്ങനെ വറുത്ത്. ഇത് ഞങ്ങളുടെ 2ാമത്തെ ദിവസത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ആറ്റിലൊക്കെ പോയിട്ട് വന്നായിരുന്നേ. അപ്പോൾ ആറ്റിൽ പോയതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വേറെ അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിടും കേട്ടോ ഇത്. അപ്പോൾ ഞാനും തക്കുടും കൂടെ ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ 2 പേരും കൂടെ കുക്ക് ചെയ്തു. ഞാൻ എന്ത് ചെയ്യുമ്പോഴും പുള്ളിക്കാരി എൻ്റെ കൂടെ വരും. എപ്പോഴും എന്തേലും ഒന്ന് ചെയ്യാൻ വേണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളപ്പം എൻ്റെ കൂടെ വരുമായിരുന്നു. ഇപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവൾ അമ്മയുടെ കൂടെ എന്തോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ തലമുടിയൊക്കെ കെട്ടി ഒരുങ്ങുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്കൂടെ ഒരുങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ പറഞ്ഞു കുളിച്ചിട്ടാ ഒരുക്കുള്ളൂ എന്ന് പറഞ്ഞു. അവളെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മ കുളിപ്പിക്കണം, അമ്മ ഉടുപ്പിടിപ്പിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യിക്കാനൊന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ അവളെ ആ വഴിക്ക് വിട്ടേക്കുക. അപ്പോൾ ഒരുങ്ങണമെന്ന് പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഒരുക്കിയില്ല, മേക്കപ്പ് ഇട്ട് കൊടുത്തില്ലെന്ന് പറഞ്ഞ് പിണങ്ങിപ്പോയിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ മീൻകറി വെക്കാൻ വേണ്ടി വന്നു. അതുകൊണ്ട് പുള്ളി പിണങ്ങിയിരിക്കുന്നതുകൊണ്ട് എൻ്റെ കൂടെ വരാത്ത കേട്ടോ. ഈ മീനും പപ്പ ആറ്റിപ്പോയിട്ട് വന്നപ്പോൾ പിടിച്ചുകൊണ്ട് വന്ന കേട്ടോ. മഴയായി കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ദിവസവും തന്നെ മീനാണേ. കറണ്ട് പോയി. കറണ്ട് പോയോ? മഴയായി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ കറണ്ട് പോയിക്കൊണ്ടിരിക്കുക. ആദ്യം കറി വയ്ക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും കറണ്ട് പോയി. പിന്നെ കറി വെച്ചൊരു പകുതിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് വന്നു കേട്ടോ. പിന്നെ അമ്മയും തക്കുടും കൂടെ അവിടെ എന്തോ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവളുടെ കൂടെ എന്തോ കളിക്കാൻ ചെല്ലാനൊക്കെ പറഞ്ഞ് അമ്മേനെ വിളിച്ച് അവിടെ ഇരുത്തിയേക്കും കേട്ടോ. ചേട്ടായിക്ക് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് പോയി. അപ്പം ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ പകൽ. അമ്മയുണ്ടായിരുന്നു. പിന്നെ പപ്പയൊക്കെ ആറ്റിൽ പോയേക്കുമായിരുന്നു. മഴയായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഡെയിലി എന്ന് പറഞ്ഞ പോലെ ആറ്റിൽ പോകും. അത്യാവശ്യം നല്ല രീതിയിൽ മീനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ വലയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കാരണം മീനിൻ്റെ കാര്യത്തിന് കുഴപ്പമില്ല. എല്ലാം അത്യാവശ്യം എപ്പോഴും കിട്ടും.
അങ്ങനെ ഞാൻ മീൻകറി വെക്കുന്നു. പിന്നെ അവളുടെ അപ്പച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ, തക്കുടൂൻ്റെ. അവൾക്ക് കൂട്ടുകൂടാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അടിമാലി ചെല്ലുമ്പോഴാണ് കൂട്ടുകാർക്കൊക്കെ ക്ഷാമം. അപ്പം കറി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തതിൻ്റെ അത് കറിവേപ്പില ഇല്ലായിരുന്നു, അത് പറിക്കാൻ പോവാട്ടോ ഇനി. ചെടിയല്ല, കറിവേപ്പില പറിക്കാൻ. ചെടിയല്ല, അതിൻ്റെ പേരാ കറിവേപ്പില. മീമിക്കകത്തിടാൻ കറിവേപ്പില. നമ്മൾ മുറ്റത്ത് ഇറങ്ങാൻ നോക്കിയിരിക്കുവാണേ മഴയ്ക്ക് പെയ്യാനേ. അയ്യോ ഇവിടെ ആ ചെടി നീ ചെറിയാണോ ഉദ്ദേശിച്ചത് തക്കുടു? ആ, ചെറിയും പറിച്ചു തരാം. അന്വേഷിച്ച് വന്ന സാധനം കിട്ടിക്കഴിഞ്ഞപ്പോൾ പക്ഷെ അത് പറിക്കാൻ പറ്റൂല, ഇത്രയും പൊക്കത്തിലാണ് നിൽക്കുന്നത്. എങ്ങനെ പറിക്കും? കൊടില്ലെന്ന് തോന്നുന്നു. ഇതുപോലെ ഇങ്ങനെ കിട്ടുമായിരിക്കും. എടി ഇത് അപ്പടി ചോറ് പിടിച്ച പൊടിയല്ലേ, കറക്കാത്തിട്ട് വെന്ത് കഴിയുമ്പോൾ അറിയില്ലായിരിക്കും. ഇവിടെ വീടിൻ്റെ അവിടെ ഇങ്ങനെ ഇല്ലിയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം നല്ല കാറ്റടിക്കുമ്പോഴത്തേക്ക് നല്ല രസമായി അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാനേ. പിന്നെ വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ചേട്ടായിക്ക് അന്ന് രാവിലെ ഡ്യൂട്ടി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഇവിടെ അടിമാലിയിൽ നിന്ന് പോവുകയാണെങ്കിൽ അതായിരിക്കും എളുപ്പമെന്ന് പറഞ്ഞു ഞങ്ങൾ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ചു പോകുന്നേ. പിറ്റേ ദിവസം രാവിലെ പോരാന്നും പറഞ്ഞുകൊണ്ടാണ് ഇരുന്നേ. പിന്നെ എങ്ങാനും മഴയാണെന്നുണ്ടെങ്കിൽ ഞാനും പെണ്ണും കൂടെ പിന്നെ ബസ്സിൽ കയറിയൊക്കെ പോരേണ്ടി വരും. കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വന്നത് കാരണം അത്യാവശ്യം ബാഗും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം മഴയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ മറ്റേ ഇതുപോലെ ബൈക്കിന് വൈകുന്നേരം പോകുന്നു. ഒരു സന്ധ്യയൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്, 8 മണി 9 മണിയൊക്കെ ആയി പോകുന്നത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വീടിൻ്റെ അങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഞ്ഞായിരുന്നു കേട്ടോ. പക്ഷെ ഒരു പനിയും ജലദോഷമൊക്കെ കഴിഞ്ഞത് കാരണം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം നടന്നിരുന്ന ശീലമായില്ലോ. ഞങ്ങളങ്ങനെ വീട്ടിൽ വന്നു. പിന്നെ രാവിലെ ആയിരുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ രാത്രി വന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാപ്പിക്കൊന്നും എടുത്ത് പറിക്കുമെന്ന് ഞാൻ വെച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ അച്ഛനും മകളും കൂടെ കൂടി കാപ്പിക്ക് മേടിക്കാൻ പോയി. എനിക്ക് വേണ്ട ഒരു ലോഡ് പണിയുണ്ടായിരുന്നു. മുറ്റത്തെ ചെടികളൊക്കെ നിൽക്കുന്നത് കാരണം കുറേ ദിവസം മാറിയിട്ട് വന്നപ്പോഴത്തേക്കും ഒത്തിരി മറ്റേ ഇങ്ങനെ ആ പൂക്കളൊക്കെ വീണിങ്ങനെ പായൽ പോലെ പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പം കുറേ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ പോകുന്നില്ലായിരുന്നു. ആ പൂക്കളിങ്ങനെ വീണ് ചീഞ്ഞതുപോലെ തുടങ്ങിയായിരുന്നു. ഒരാഴ്ച കൂടുതലായില്ലായിരുന്നു ഞങ്ങൾ പോയിട്ട്. പിന്നെ അതിനൊക്കെ കുറച്ച് സമയം എടുത്ത് അടിച്ച് വാരി എല്ലാം ചെയ്തപ്പോഴത്തേക്കും അച്ചാച്ചയും മകളും കൂടെ കാപ്പി മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അന്നേരത്തേക്കും പോയിട്ട്. അപ്പോൾ എൻ്റെ പണിയും നടന്നോളും, അല്ലെങ്കിൽ അവൾ ഇതിൻ്റെ ഇടയ്ക്കൂടെയും കയറി ഇങ്ങനെ നടക്കും. അപ്പോൾ എൻ്റെ പണിയും നടന്നോളും എന്നാ സമയം കൊണ്ട് ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവർ കാപ്പി മേടിക്കാൻ പോയി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുല്ലൊക്കെ പിടിച്ചായിരുന്നു കേട്ടോ. ഇവിടെ മഴക്കാലമായി കഴിയുമ്പോഴത്തേക്കും എല്ലാ വീടിൻ്റെ ഇവിടെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ, നിറച്ചും പുല്ലും പായലും ഒക്കെ. നമ്മുടെ ഫ്രണ്ട് വശത്തെ മുറ്റത്തിൻ്റെ അവിടെ മാത്രമേ ഇങ്ങനെ ഒത്തിരി പായലങ്ങനെ പിടിക്കില്ല. ഈ ചെടിയുടെ ഇത് വീണ് കിടക്കുന്നുള്ളൊരു വൃത്തികേട് മാത്രമേ ഉള്ളൂ. ആ പൂക്കളൊക്കെ വീണ് കിടക്കുന്നതിൻ്റെ ഒരിതേ ഉള്ളൂ. പുല്ലൊക്കെ ഇങ്ങനെ പിടിക്കും, പക്ഷെ പായലങ്ങനെ ഒത്തിരി വരത്തില്ല. പക്ഷെ പുറകുവശത്തേക്ക് ഒന്ന് ശരിക്കും പറഞ്ഞാൽ ചെല്ലാൻ പോലും പറ്റില്ല, അതുപോലെ പുല്ലാകും. ആഴ്ചയിൽ ക്ലീൻ ചെയ്തിട്ടാലും നിറച്ചും പുല്ലാകും. ഇനിയിപ്പോൾ ഈ മഴക്കാലം കഴിയട്ടെ, കുറച്ച് നാൾ കഴിഞ്ഞൊരു വെയിൽ വരുന്നോടം വരെ നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞാനാണെങ്കിൽ ഒന്നും ചെയ്യാണ്ടിട്ടേക്കും കേട്ടോ. ഇതുകൂട്ട് പായൽ ഇതുപോലെ വരും, ഇങ്ങനെ കല്ലേക്കടയൊക്കെ പിടിച്ച് നിൽക്കുന്നത്. ഇതിവിടെ സിമെൻറ്റ് ഇട്ട് വെച്ചേക്കുന്ന കാരണം ഇവിടെയൊക്കെ ഇങ്ങനത്തെ പായലൊക്കെ ഉണ്ട്. അല്ലാണ്ട് മുറ്റത്തേക്ക് ആ സൈസ് ഇങ്ങനെ തെന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ മുറ്റത്തെ പരിപാടിയും പിന്നെ തിണ്ണയൊക്കെ എപ്പോഴും വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു. അതിൻ്റെ അടിച്ചു വാരലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇവർ കാപ്പിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയ വഴിക്ക് രാത്രിയിലത്തേക്ക് കപ്പയൊക്കെ മേടിച്ചുകൊണ്ടായിരുന്നു കേട്ടോ പോയേ. അപ്പോൾ കപ്പയും ചിക്കനും ഒക്കെ മിക്സ് മേടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അത് കഴിച്ചിട്ട് ഫുള്ള് കഴിക്കാൻ പറ്റില്ല, വിശക്കുന്നില്ലായിരുന്നു. അപ്പോൾ അത് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൂടെ ഇതുകൂടെ ചൂടാക്കാൻ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ ചെയ്തു. അപ്പോഴത്തേക്ക് അച്ചാച്ചയും മകളും കൂടെ അവിടെ ഇരുന്ന് എന്തൊക്കെയോ കളിയോ പരിപാടിയോ വർത്താനം പറച്ചിലോ ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതുകൊണ്ടാണ് മകളെ ഇതിൻ്റെ ഇടയ്ക്കൊന്നും കാണാത്തത്. അല്ലെങ്കിൽ എല്ലാ വീഡിയോയിലും പോലെ ഇതിൻ്റെ ഇടയ്ക്കും വന്ന് കൈയിട്ട് വാരി ഒന്ന് ബഹളം വെച്ചിട്ട് പോകേണ്ടത്. അപ്പോൾ എന്നാണോ കുറേ ദിവസം കൂടി ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് അവളുടെ കളിപ്പാട്ടോ സാധനങ്ങളും ഒക്കെ ഇവിടെയല്ലേ ഇരിക്കുന്നത്. പോകുന്ന വഴിക്ക് കുറച്ച് സാധനമൊക്കെ എടുത്തുകൊണ്ട് പോകും കേട്ടോ. ഒരു ഫേവറേറ്റ് ആയിട്ടൊരു JCB ഒക്കെ ഉണ്ട്, അത് ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാലും എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതല്ലാണ്ട് ബാക്കി കളിപ്പാട്ടങ്ങളൊക്കെ അല്ലേ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം ഒന്ന് പൊടി തട്ടി എടുത്ത് ഒന്ന് കണ്ടു പറക്കി. പുള്ളിയുടെ കലാപരിപാടികളൊക്കെ രാവിലെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പോയി പല്ലൊക്കെ തേച്ചിട്ട് അപ്പോഴത്തേക്കും ഞാൻ കാപ്പിയൊക്കെ ചൂടാക്കി എടുക്കുമ്പോഴത്തേക്കും പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, മീനിന് തീറ്റ കൊടുക്കൽ, അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു അവൾ. പിന്നെ അതേ അപ്പമൊക്കെ ആയിരുന്നു കേട്ടോ മേടിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ അതും ഒക്കെ ചൂടാക്കി പറക്കി അതൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാനുണ്ടായിരുന്നു. വെച്ചാൽ ഇപ്പോൾ കഴിച്ചത് മാത്രം. ഇപ്പം ഇത്രയും ദിവസം ഇവിടെ ഇല്ലായിരുന്നത് കാരണം അങ്ങനെ ഒരുപാട് ഇതായില്ലെങ്കിലും
എല്ലാം ഒരുമാതിരി വൃത്തികേടൊക്കെ ആയിരുന്നു കുറച്ചൊക്കെ. അപ്പോൾ അതിൻ്റെ കുറേ പണികളൊക്കെ ചെയ്യാനൊക്കെ ഉള്ളത് കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പം തന്നെ ചെയ്ത് തീർത്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു കേട്ടോ. ചേട്ടായി ഡ്യൂട്ടിക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ രാത്രി വന്നത്. പക്ഷേ രാവിലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ഒരു തലവേദനയും വയ്യായ്കയും ഓരോരോ കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ പോയില്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസം ലീവ് എടുത്തു. അതുകൊണ്ട് വീട്ടിലെ ആളുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ പണികൾക്കൊന്നും വേറെ തടസ്സവും കാര്യങ്ങളും ഒന്നും വരില്ല. കാരണം അച്ഛയും മകളും കൂടെ അവരുടേതായ ലോകത്തായിരിക്കും പകലും മുഴുവൻ. കാരണം അച്ചാച്ച രാവ് കാണുവാണെങ്കിൽ പുള്ളിക്കാരി കളിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കുറച്ച് നേരം ഫോണൊക്കെ കണ്ട് അങ്ങനത്തെ ഓരോരോ പരിപാടിയായിട്ട് അവരവരുടെ പാട്ടിനിരിക്കും. മകൾ അങ്കൻവാടിയിലും ഒന്നും പോയിട്ടില്ല. അച്ചാച്ച വീട്ടിലുള്ള ദിവസം മടിയാണ് അവൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ദിവസം വിടാം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പറയും പുള്ളിക്കാണേലും മടിയാണ്, എന്നാൽ ഒരു ദിവസം ഇരിക്കട്ടടി എന്ന് പറയും. അങ്ങനെ തക്കുടുവിന് കോളടിച്ചു, അങ്കൻവാടി പോകേണ്ട വന്നില്ല, വീട്ടിലിരിക്കുക. പിന്നെ അത് തന്നെയല്ല കേട്ടോ, വീടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആ പനി വന്നിട്ട് ശരിക്കും മാറിയിട്ടില്ലായിരുന്നു. പിന്നെ ഇടയ്ക്കൊരു ദിവസം വിട്ടിട്ട് പിന്നെ ആണെങ്കിൽ ഒരു ദിവസം ആ മരുന്ന് കഴിക്കലും ഇതൊക്കെ ശരിയാവില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരു ദിവസം വിട്ട് ഒരു ദിവസം വിടാണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ശരിക്കും കുറഞ്ഞിട്ട് പോകാം. അപ്പോൾ ഡോക്ടറും പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, ചെവിയിലേക്ക് കുഞ്ഞിനെ തണുപ്പടിപ്പിക്കാണ്ടിരുന്നാൽ മതി, അല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, മൂക്കും ശരിക്കും അങ്ങനെ തണുപ്പടിക്കാത്ത രീതിയിൽ ഇതാക്കിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വന്നിട്ട് അവർക്ക് അങ്ങനത്തെ കുഴപ്പവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ അല്ലേ, കുടിവെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ട് ഞങ്ങൾ അവിടെ ചേട്ടാടി ഒരു കൂട്ടുകാരൻ്റെ കൊച്ച് പനിയായിട്ട് ഹോസ്പിറ്റലാട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇനി ബാക്കി ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഞങ്ങൾ അവളെ കാണാൻ വേണ്ടി പോയി. കുഞ്ഞു കൊച്ചാട്ടോ, 8 മാസമൊക്കെ ആയിട്ടുള്ള. പെട്ടെന്ന് പുള്ളിക്ക് ഒരു പനി കൂടിയിട്ട് വയ്യാണ്ട് വന്നു. അപ്പോൾ അവിടെ നമ്മുടെ അടുത്ത് തന്നെ ഉള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ അവർ കൊമ്പിടിഞ്ഞാലാട്ടോ. അപ്പോൾ വന്ന് ഇവിടെ അഡ്മിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ പകൽ കാണാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ തലേ ദിവസം വന്ന വഴിക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ വന്ന് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പകൽ കുറേ നേരം ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോയിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച കേട്ടോ, അടിമാലി ടൗണ് ഫുള്ള് കാണാം അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ വ്യൂ ഒക്കെ ഈ കാണുന്നത്. വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെന്നാൽ തിരിച്ച് പോകാമെന്നും പറഞ്ഞുകൊണ്ട് പോവുക കേട്ടോ. ഇപ്പം തിരിച്ചിങ്ങനെ വീട്ടിലോട്ട് ചെന്നിട്ട് ഞങ്ങൾക്ക് ഇനിയും തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോകണം. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കൊക്കെ ഒന്ന് അമ്പലത്തിൽ പോകണം. ഞങ്ങളുടെ വീട് പണി നടക്കുന്നുണ്ട്, കുറച്ച് വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ അവിടെ കുടുംബക്ഷേത്രത്തിൽ കഴിക്കാനുള്ളതുകൊണ്ട് അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞ് ബാക്കി വെച്ചേക്കുന്നതായിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ 2 ദിവസം എങ്ങാനും താമസിച്ചാലോ എന്ന് ഓർത്തുകൊണ്ട് പിന്നെ അക്വറിയൊക്കെ അപ്പടി അഴുക്കായിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ട് ഞങ്ങളിനി വീട്ടിലോട്ട് പോവാം കേട്ടോ.